ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോണത് പിക്ചർ കണ്ടല്ലോ, നമ്മുടെ പൊതിച്ചോറ് തന്നെയാണ്. നമ്മുടെ സ്കൂൾ ജീവിതവും നമ്മുടെ കോളേജ് ജീവിതത്തിൻ്റെയൊക്കെ മെമ്മറീസ് ഉണർത്തുന്ന നമ്മുടെ പൊതിച്ചോറ്, നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു അടിപൊളി പൊതിച്ചോറ് അല്ലേ. അപ്പം നമുക്ക് ഈ പൊതിച്ചോറിൽ നിന്ന് ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. നമ്മുടെ കറികളെല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മതി നമ്മുടെ ഈ പൊതിച്ചോറ് തയ്യാറാക്കാനായിട്ട്. മാക്സിമം 1 മണിക്കൂർ മതി. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഉള്ള ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തു. അതിനകത്ത് 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് അരി ഇടാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു നാഴി അരിയാണ് എടുത്തേക്കുന്നത്. ഇത് ചെങ്കൽപ്പട്ടിൻ്റെ അരിയാണ്. ഇതല്ലെങ്കിൽ വേവ് കൂടുതലുള്ള അരിയാണെങ്കിലും വേവ് കുറഞ്ഞുള്ള അരിയാണെങ്കിലും നമുക്ക് കുക്കറിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാം. 2 രീതിയിൽ കുക്കറിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ അരി തിളച്ചതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം ഒരു 8 ഫിസിൽ അല്ലെങ്കിൽ 8-9 ഫിസിലെങ്കിലും കേൾപ്പിച്ചെടുത്താൽ, വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 8-9 ഫിസിലെങ്കിലും കേൾപ്പിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ചോറ് റെഡിയായി കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ കുക്ക് ചെയ്യുന്നതാണ്. അത് ജയയുടെ അരിയായാലും വേവ് കൂടുതലുള്ള ഏതരിയാണെങ്കിലും വേവ് കുറഞ്ഞുള്ള അരിയാണെങ്കിലും നമുക്ക് ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം അരിയിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഫിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഫിസിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മളെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് പിന്നെ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നമ്മളൊരു 40 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യാം. വേവ് കൂടുതലുള്ള ജയ അങ്ങനെയുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒരു 50 മിനിറ്റിനകത്ത് വെച്ച് ഒരു സമയം നോക്കിയിട്ട് വേണം അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് 3/4 മണിക്കൂർ വേവിക്കുകയാണ്. കൂടുതൽ ഫിസിലിറ്റ് ചെയ്ത് വേവിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സമയമുണ്ട്. അപ്പോൾ 3/4 മണിക്കൂർ വേവിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നാഴി അരി, ചെങ്കൽപ്പട്ടിൻ്റെ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്ന അരിയാണ്. ഇത് അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഫിസിൽ കേൾപ്പിക്കാം. അപ്പോൾ ഞാനതിന് തീ പിന്നെ കുറച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടയ്ക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഒരു ഫിസിൽ കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ ഫിസിലൊന്ന് വരട്ടെ. കുക്കറിൽ ഒരു ഫിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇതിന് ഫിസിലെല്ലാം പോയതിന് ശേഷം ഒരു 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് നോക്കാം. നമുക്കിനി ഒരു ചമ്മന്തി അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് 2-3 ആയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് ചുവന്നുള്ളി, ഒരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, കുറച്ച് ചമ്മന്തി എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു പിടി തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയോ, വെള്ളച്ചമ്മന്തി ആണെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ചുവന്ന ചമ്മന്തി ആണെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഒരു പകുതി സ്പൂൺ, ഒരു സ്പൂണിന് ഒരു പകുതി മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. മുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിടുക, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൾ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പോണത് ഒരു വെള്ളരിക്ക തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളരിക്ക അരിയാൻ പോവാം. നമുക്ക് വെള്ളരിക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടെ, സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുകി വെച്ചേക്കുകയാണ്. പിന്നെ നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. അകത്തുള്ള അരിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചേക്കുകയാണ്. പിന്നെ നമുക്കിതിനെ അരിയാം. വളരെ ചെറുതായിട്ട് വേണ്ട, ഒരു മീഡിയം സൈസിന് വേണം അരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ വെള്ളരിക്കയും ഉള്ളിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് അത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ എണ്ണയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടുകിടാം. ചെറിയൊരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും കൂടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക.
ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളരിക്ക കൂടെ ഇടുവാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ വെള്ളരിക്കയുടെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തോരൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പച്ചമുളക് ഒന്ന് 2 or 3 ആയിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂണോളം ജീരകം ഇടാം. ഈ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ. ഇപ്പം നമ്മുടെ വലിയ സ്പൂൺ ആകുമ്പോഴത്തേക്ക് ഒരു 1/4 സ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. 1 സ്പൂൺ. ഈ കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ സ്പൂണിനാണെങ്കിൽ 1/4 സ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇത് കുറച്ച് തണ്ട് കറിവേപ്പിലയും കൂടെ, ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ, 3 or 4 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് ഇതിനെ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ വെള്ളരിക്ക ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന നമ്മുടെ അരപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമ്മുടെ തോരൻ റെഡിയാവുന്ന സമയത്ത് നമുക്കൊരു മുട്ട പൊരിച്ചിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. മുട്ടയും ചെറിയുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് ചേർക്കണ്ട. എരിവ് ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്താൽ നല്ല ഒരു സ്പൈസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചെറിയുള്ളി, എത്ര ചെറിയുള്ളിയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഞാൻ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം സവാള എടുത്താലും മതി. പക്ഷേ ടേസ്റ്റ് നമ്മുടെ ചെറിയുള്ളിക്ക് തന്നെയാണ് മുട്ട പൊരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഞുറുക്കി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വീത്തി കൊടുക്കുക അതിനകത്തോട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കുറവ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കുക. നന്നായിട്ട് തോരൻ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം തോന്നുന്നു നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഓയിൽ, ഒരു 1/2 സ്പൂണോളം ഓയിൽ മതിയാവും. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 4 പാടും ഒന്ന് ഇങ്ങനെ ഒന്ന് പിന്നെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അതൊന്നും ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ പോവാം. 2 സൈഡും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ ഫിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെന്തോന്ന് നോക്കാം. നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുത്താൽ മാത്രം മതി. നമ്മുടെ പൊതിച്ചോറിൽ വേണ്ടിയിട്ടുള്ള മീനും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാനിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ പിന്നെ വലിയ നെത്തോലി എന്നൊക്കെ നമ്മൾ പറയും. ആ മീനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അത് നമ്മുടെ പാനിലോട്ട് ഇട്ടേക്കുന്നത്. അപ്പം മീൻ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് പൊതിയാനായിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മുടെ മീനും ഒക്കെ റെഡിയായി, എല്ലാ കറികളും റെഡിയായി, ചോറും എല്ലാം റെഡിയായി. അപ്പം നമുക്ക് ഒരു ഇല വാട്ടിയതിന് ശേഷം നമ്മുടെ ചോറും കറികളും എല്ലാം നമ്മുടെ ഇലയിലോട്ട് പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ ചോറെടുത്തു, നമ്മുടെ ചമ്മന്തി, തോരൻ, മീൻ പൊരിച്ചത്, മുട്ട,
പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ ഞാൻ നേരത്തെ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. നമ്മുടെ ഇലയൊന്ന് പൊതിഞ്ഞ് ഒരു പേപ്പർ പൊതിഞ്ഞെടുത്ത് കുട്ടികൾക്ക് കൊടുത്തുവിട്ടാലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയാലും ശരി തന്നെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് തുറക്കുമ്പോഴത്തേക്കും ആ ഒരു പൊതിച്ചോറിൻ്റെ ഒരു മണം മാത്രം മതി നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ